കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ബാലസാഹിത്യത്തെക്കുറിച്ച് നടന്ന ചർച്ചയിൽ ആർ പ്രസന്നകുമാർ സംസാരിക്കുന്നു. ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള ഗഹനവും ഗൗരവവുമായ ചർച്ചകൾ എല്ലാവരും അവതരിപ്പിക്കുകയുണ്ടായി. ദീർഘകാലം ഇപ്പോഴും അധ്യാപകനായി നിൽക്കുന്നു എന്നതും ബാലഗോകുലം എന്ന സംഘടനയുടെ ഭാഗമായി കുട്ടികളുമായി ഏറെ സമയം ചിലവഴിക്കുന്നു എന്നതുമാണ് ഈ വേദിയിൽ നിൽക്കാനുള്ള എൻ്റെ കൈമുതൽ എന്ന് പറയും. ഒരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ബാല്യം എന്ന അവസ്ഥ ഇന്ന് പൊതുവെ കാണാനില്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ശൈശവം കഴിഞ്ഞാൽ സ്വാഭാവികമായി വരുന്ന ഒന്നാണ് ബാല്യം. അത് കഴിഞ്ഞ് കൗമാരം, യൗവനം, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ശാരീരികമായ അവസ്ഥ ഉണ്ടാവാം, പക്ഷെ മാനസികമായി വളരെ വേഗം തന്നെ ശൈശവത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൗമാര മനസ്സാണ് ഇന്ന് ബാലന്മാർ അല്ല ബാലികമാർ എന്ന് പറയുന്നവർക്ക് ഉള്ളത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 5-ാമത്തെ വയസ്സിൽ മുതൽ തന്നെ ഒരു കൗമാരക്കാരന്റെ കൗമാരക്കാരിയുടെ മനോവിചാരങ്ങളും അവരുടെ രീതിയും ഭാവപ്രകടനങ്ങളിലും ഒക്കെയാണ് നമ്മുടെ കുട്ടികൾ അഭിരമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാല്യം നഷ്ടമാവുന്നു എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. ബാല്യം നഷ്ടമാവുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദീർഘമായ ഒരു ബാല്യമാണ് സമ്പന്നമായ ഒരു വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം. ആ ബാല്യത്തിന്റെ ഉൾപ്പുളകങ്ങൾ ഇവരൊക്കെ സംസാരിച്ചതിലൊക്കെ ഉണ്ട്. നമ്മൾ വായിച്ച കഥകൾ, നമ്മൾ പരിചയപ്പെട്ട ഈണങ്ങൾ, താളങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ബാല്യത്തെ സമ്പന്നമാക്കിയിരുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു കൈക്ക് മീതെ മറ്റൊരു കൈ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഉറുമ്പുറുമ്പോ കളിച്ചവരാണ്. അതുപോലെ അനേകം കളികളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം കാര്യങ്ങളൊന്നും ഇന്നത്തെ കുട്ടികളെ സ്വാധീനിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ വളരെ പെട്ടെന്ന് മെച്വേർഡായി. ശാരീരികമായും മാനസികമായും വളരെ വേഗം മെച്വർ ആയതുകൊണ്ട് ഭാവനയുടെ തലത്തിലേക്ക് അവർ പോകുന്നില്ല. യാഥാർത്ഥ്യങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് പോവുകയാണ്. ആ നിലയ്ക്ക് അവരുടെ അഫക്റ്റീവ് ഡൊമൈൻ, അതായത് അവരുടെ വൈകാരികമായ മണ്ഡലത്തിന്റെ വികാസം സാധ്യമാവുന്നേയില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന താളപ്പിഴകളും അനേകം നമ്മൾ കാണുന്നു. അപ്പോൾ ബാല്യത്തെ മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നാളത്തെ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. നാളത്തെ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി കുട്ടികളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് 4 ഘടകങ്ങളാണ്. അതിലൊന്ന് കുടുംബമാണ്, 2 സ്കൂളാണ്, 3 സംഘടനകളാണ്. രാഷ്ട്രീയ സംഘടനകളുടെ കുട്ടികളുടെ പ്രസ്ഥാനത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇവിടെ പരാമർശിച്ച പല സംഘടനകളും. അതേപോലെ തന്നെ 4ാമത് ബാലസാഹിത്യമാണ്. ഇവ 4ഉം ചേർന്നാണ് കുട്ടിയെ ഒരു വ്യക്തിത്വമുള്ള പൗരനാക്കി മാറ്റുന്നത്. ഇതിൽ മറ്റു 3 ഘടകങ്ങളുടെയും അപജയമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കുടുംബത്തിൽ ആ തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിന്റെ മോൾഡിങ് ഇന്ന് നടക്കുന്നില്ല. 100,000 കഥകളിലൂടെ, ഉപദേശങ്ങളിലൂടെ, പാട്ടുകളിലൂടെ, ഈണങ്ങളിലൂടെ, മാതൃഭാഷയുടെ താളവഴക്കങ്ങളിലൂടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിത്വം രൂപപ്പെട്ടിരുന്നു. അത് ഇന്ന് നടക്കുന്നില്ല. വിദ്യാലയത്തിലെ സ്ഥിതി, വിദ്യാലയത്തിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട്, ശാസ്ത്ര കാര്യങ്ങൾ, ഗൗരവമായ കാര്യങ്ങൾ വേറെയുണ്ട്. നമ്മുടെ സാഹിത്യ പഠനം പോലും ഇന്ന് വിദ്യാലയങ്ങളിൽ ഗൗരവമായ ബൗദ്ധികമായ വ്യായാമമായിട്ടാണ് നടക്കുക. ഒരു കവിത പഠിക്കുമ്പോൾ ആ കവിത കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ഈണത്തിൽ ചൊല്ലേണ്ട കാര്യമില്ല, അതിലെ കൽപ്പനാ ഭംഗിയെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. മറിച്ച് അത് ചർച്ച ചെയ്യുന്ന സാമൂഹിക വിഷയം മാത്രം അറിഞ്ഞാൽ മതി. മലയാള അധ്യാപകരൊക്കെ ഇന്ന് സാമൂഹ്യാധ്യാപകരായി മാറിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഭാഷയുടെ ലാവണ്യവും അതേപോലെ ആ സാഹിത്യത്തിന്റെ ഭംഗിയും ഒന്നും എങ്ങും പറയേണ്ട കാര്യമില്ല. ആ നിലയ്ക്ക് വിദ്യാഭ്യാസത്തിലും പൗരനെ മോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു വൈകാരികമായ ഒരു മോൾഡിങ് അത് നടക്കുന്നില്ല എന്ന് പറയണം. പിന്നെ അല്പസ്വല്പമെങ്കിലും നടക്കുന്നത് കുട്ടികളെ ശ്രദ്ധിക്കുന്ന ചില സംഘടനകളുണ്ട്. അതും പിന്നെ ബാലസാഹിത്യവും മാത്രമാണ്. അപ്പോൾ കുടുംബത്തിലും പള്ളിക്കൂടത്തിലും വന്നിരിക്കുന്ന പോരായ്മയെ പരിഹരിക്കേണ്ടത് ഈ സാമൂഹിക സംഘടനകളും അതേപോലെ തന്നെ ബാലസാഹിത്യവുമാണ്. അതുകൊണ്ട് ബാലസാഹിത്യത്തിന് ഇതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഗൗരവമായ ദൗത്യം ഇന്ന് നിർവഹിക്കാനുണ്ട്. നഷ്ടപ്പെട്ട ബാല്യത്തെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം ബാലസാഹിത്യമാണ്. ആ ബാലസാഹിത്യം ഇല്ലാതെ വന്നാൽ ഇന്ന് നമുക്ക് നാളേക്ക് വേണ്ടുന്ന രാഷ്ട്രത്തെ നിർമ്മിക്കുവാൻ കഴിയാതെ വരും. അതുകൊണ്ട് ബാലഗോകുലം പോലുള്ള സംഘടനകളായാലും ബാലസാഹിത്യമായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം ഒന്നാണ്. അവിടെ വിനോദം എന്നുള്ളത് മാത്രമല്ല ബാലസാഹിത്യത്തിന്റെ ലക്ഷ്യം. വിജ്ഞാനവും മാത്രമല്ല, വിനോദവും വിജ്ഞാനവും എവിടെയും കിട്ടും. പക്ഷെ വിനോദത്തിനും വിജ്ഞാനത്തിനും അപ്പുറത്ത് സംസ്കാരം എന്ന 3ാമതൊരു ആംഗിൾ ഉണ്ട്.
ഇവിടെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിത പറഞ്ഞപ്പോഴും അക്കിത്തത്തിന്റെ കവിത പറഞ്ഞപ്പോഴും ഒക്കെ ആ സംസ്കാരം എന്ന ആംഗിളിലാണ് ഊന്നൽ കൊടുത്തത്. അവിടെയാണ് ഒരു കുട്ടിയുടെ ആദർശത്തെ രൂപപ്പെടുത്തുന്നത്. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സ്വതന്ത്രദാഹിയായ വ്യക്തിയായാൽ പോരാ, ഈ സമൂഹത്തിന് നന്മ ചെയ്യുവാനുള്ള ആദർശ ശുദ്ധിയുള്ള ഒരു വ്യക്തിയായി വളർന്നു വരേണ്ടതുണ്ട്. ഈ ചർച്ച തുടക്കം കുറിച്ചുകൊണ്ട് സിപ്പി സാർ പറഞ്ഞ ഒരു വാക്യമുണ്ട്, വായന, നന്മ ഇവ വീണ്ടെടുക്കണമെങ്കിൽ ബാലസാഹിത്യം അനിവാര്യമാണ്. ഇന്നത്തെ ഈ ചർച്ചയുടെ ഒരു കീവേഡ് ആയിട്ട്, ഒരു സെന്റൻസ് ആയിട്ട് ആ വാക്യം സ്വീകരിക്കാമെന്ന് തോന്നുന്നു. നന്മയുള്ള ലോകം പുലരണമെങ്കിൽ ബാലസാഹിത്യം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ബാലസാഹിത്യത്തിൽ ഏതുമാതിരിയുള്ള ഭാഷാപ്രയോഗമാണ് വേണ്ടത്, ബാലസാഹിത്യത്തിൽ എങ്ങനെയുള്ള കഥാഗതിയാണ് വേണ്ടത് എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളത്. കാരണം നന്മ പുലരുന്ന ഒരു ലോകത്തെ നിർമ്മിച്ചെടുക്കുവാൻ പറ്റുന്ന തരത്തിൽ പ്രകാശത്തിന്റെ പ്രതീക്ഷയുടെ വാക്കുകൾ കൊണ്ടാണ് ബാലസാഹിത്യം രൂപപ്പെടേണ്ടത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അതിവേഗം ശൈശവത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാലയം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ വൈകാരിക സന്തുലിതാവസ്ഥയെ ഉണർത്തി ആ സർഗാത്മകവും ആദർശശുദ്ധവുമായ ഒരു ബാല്യം നിർമ്മിച്ചെടുക്കുക എന്ന ലക്ഷ്യം അത് നിറവേറ്റുന്നത് ബാലസാഹിത്യത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ബാലസാഹിത്യം നിലനിൽക്കണം. ബോധപൂർവം ബാലസാഹിത്യം എഴുതണം. ആശാനൊക്കെ ബോധപൂർവം ബാലസാഹിത്യം എഴുതിയ ആളാണ്. ഒരു കുട്ടിയുടെ ദിനചര്യ എങ്ങനെ ആയിരിക്കണം, ഉറങ്ങുമ്പോൾ ഉണരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവേണ്ട വിചാരങ്ങൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രഭാത പ്രാർത്ഥന, നിശാപ്രാർത്ഥന എന്ന ഗീതങ്ങൾ എഴുതി. കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും ശ്രേഷ്ഠരായ എല്ലാ സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും അവർ കുട്ടികളെ മനസ്സിൽ കണ്ട്, കുട്ടികൾ എന്ന് പറയുമ്പോൾ നാളത്തെ രാഷ്ട്രം, ആ നാളത്തെ രാഷ്ട്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ബോധപൂർവം അവർ സാഹിത്യരചന നടത്തണം. ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ അതിന് കുട്ടിയായി മാറുന്ന ഒരു തപസ് ഉള്ളിലുണ്ടാവണം. ആ കുട്ടിയായി മാറാതെ കുട്ടിയുടെ സാഹിത്യം എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഒരു കുട്ടി മനസ്സിന്റെ ഉടമയായി നിന്നുകൊണ്ട് ബാലസാഹിത്യ കൃതികൾ രചിച്ച് നമ്മുടെ രാഷ്ട്രത്തെ ഇളം തലമുറയിലൂടെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പൊ അതിനൊരു ഏകദേശം ഒരു നിമാത്ര നിദർശനം എന്നുള്ള നിലയിൽ അക്കിത്തത്തിന്റെ ഒരു കവിത ഓർത്തു പോവുകയാണ്. ഇവിടെ ഒരു പൂച്ചക്കവിത ചൊല്ലിയപ്പോ മറ്റൊരു പൂച്ചക്കവിത എന്റെ മനസ്സിൽ വന്നത് ഒന്ന് ഓർത്തു നോക്കുകയാണ്. അക്കിത്തം എഴുതിയതാണ്, എല്ലാം അറിഞ്ഞിട്ടും വിശ്വസിക്കുന്നു ഞാൻ, തല്ലാതിരിക്കയേ വേണ്ടു, തല്ലിക്കൊല്ലാതിരിക്കയേ വേണ്ടു, പൂശക വര്യനെ പുല്ലാഞ്ഞിക്കാട്ടിൽ പോയി പൂശാതിരിക്കുക നമ്മൾ, ചുമ്മാ പൂസായി കൂടാ മനുഷ്യൻ. രസകരമായ ഒരു കവിതയായിട്ടാണ് തുടങ്ങുന്നത്. അതങ്ങനെ ചിന്തിച്ച് എന്ന് അവസാനത്തിൽ എത്തുമ്പോൾ, പൂച്ചയിലുള്ളത് പൂച്ചയാണെങ്കിലും പൂജ്യനാം ഈശ്വരനല്ലേ, ചുമ്മാ പൂസായി കൂടാ മനുഷ്യൻ എന്ന കണ്ടെത്തലിലാണ് എത്തുന്നത്. ആലോചിച്ച് നോക്കൂ, കുമാരനാശാൻ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് തുടങ്ങുന്ന ആ കൗതുകം നിറഞ്ഞ, സർഗാത്മകത നിറഞ്ഞ, ഭാവന നിറഞ്ഞ ഒരു വരിയിലൂടെ ആരംഭിച്ച് അത് അമ്മയെ കൊണ്ട് സമാപിപ്പിക്കുന്നത് എങ്ങനെയാണ്? എല്ലാം ഈശ്വര സങ്കല്പം, നാം അറിയുവതൽപ്പം, എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ സർഗാത്മകതയിൽ ആരംഭിച്ച് അതിലൂടെ അവരെ ഉണർത്തിക്കൊണ്ടുവന്ന് ആദർശ ശുദ്ധിയിലേക്ക്, ജീവിത മൂല്യത്തിലേക്ക് കൊണ്ടുചെന്ന് മുട്ടിക്കുമ്പോഴാണ് ഒരു ബാലസാഹിത്യം ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതായ ഒരു ദിശാദർശനം നൽകുന്ന ഒന്നായി മാറുന്നത്. അതുകൊണ്ട് ബാലസാഹിത്യം സ്വോദ്ദേശ്യ രചനയാണ്. നല്ല അർത്ഥത്തിലാണ് പറയുന്നത് സ്വോദ്ദേശ്യ രചന എന്ന്. നല്ല ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് എഴുതുന്നതാണ്. എന്താണ് ആ നല്ല ഉദ്ദേശം? നമ്മുടെ നാട് നിലനിൽക്കണം, നമ്മുടെ ലോകം നന്മയോടെ പുലരണം, അതിന് കുട്ടികൾ വെളിച്ചം കണ്ടു വളരണം. ആ വെളിച്ചം എവിടെ ഇരിക്കുന്നു? ആ വെളിച്ചം ബാലസാഹിത്യത്തിലുണ്ട്. അവർക്ക് താങ്ങാവുന്ന പരുവത്തിന്, അവരുടെ കണ്ണിനും കരളിനും ഉൾക്കൊള്ളാവുന്ന പരുവത്തിന് വെളിച്ചത്തെ നിറച്ചു വെച്ച് അത് പകർന്നു കൊടുക്കുന്ന ബാലസാഹിത്യം, ആ ബാലസാഹിത്യത്തിലൂടെയാണ് കാലഘട്ടം വീണ്ടും നന്മയുടേതായി മാറുന്നത്. ഈ കലികാലത്തിൽ മറ്റൊരു കൃതയുഗം നിർമ്മിച്ചെടുക്കുവാൻ, കൃതയുഗം എന്ന വാക്കിന് തന്നെ നിർമ്മിച്ചെടുത്തത് എന്നാണ് അർത്ഥം, കൃതയുഗം നിർമ്മിച്ചെടുക്കുവാൻ ബാലസാഹിത്യത്തിന് കഴിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.